ഹലോ, നമസ്കാരം. നമ്മുടെ വീടുകളിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഇന്നത്തെ ഐറ്റം. നമ്മളെല്ലാവരും തന്നെ ബ്രെഡ് വാങ്ങുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ അത് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ചെറിയൊരു എരിവും ചെറിയൊരു മധുരവും ഒക്കെ ആയിട്ട് നല്ലൊരു ഐറ്റമാണ്. പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്നവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അതൊരു സ്നാക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലും അതുപോലെ തന്നെ പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പം കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം, ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം. അപ്പോൾ നമുക്ക് താമസിക്കാതെ വീഡിയോയിലോട്ട് പോയാലോ? തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട വെജിറ്റബിൾസ്: ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1.5 ടേബിൾ സ്പൂൺ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ക്യാപ്സിക്കം 1.5 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 5-6 പച്ചമുളക്, അതുപോലെ 5-6 കറിവേപ്പില നടുവേ മുറിച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിൾസ് ആണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഞാനിവിടെ ഒരു 3 ബ്രെഡ് ഇങ്ങനെ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മോഡേൺ ബ്രെഡാണ് വേണ്ടത്, പച്ചറൊട്ടി അല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ ചൂടാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മൾ ക്യൂബ്സ് ആക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബൈറ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബ്രെഡ് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് എടുക്കാൻ മീൻസ് നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം. അതായത് നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ, അതായത് ഈ ഒരു ലെവലിൽ കിട്ടുന്നിടം വരെ നമുക്ക് ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രം ചൂടാൻ വെച്ച് പാത്രം ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്കൊരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊരു 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, സവോള ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട്. സവോള ഒന്ന് വാടി വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റോടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം, അതെല്ലാം ഒന്ന് വാടി വരുന്നിടം വരെ. അതിനുശേഷം നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതിയാവും. ഒരുപാട് കുക്ക് ചെയ്ത് പോകാതെ നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതിയാവും. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് തീ കൂട്ടിയിട്ട് കൊടുക്കാതെ ശ്രദ്ധിക്കണം, നമുക്ക് ഒരുപാട് വെജിറ്റബിൾസ് വാടി പോകണ്ട. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ ചേർത്ത് കൊടുക്കാം. കോണും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം കൂടെ ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂണിൽ കൂടുതലൊട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ആ വെള്ളം ഒന്ന് ചൂടായി വരുന്നോടം വരെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ബൈറ്റ്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാല എല്ലാ ബ്രെഡ് ബൈറ്റ്സിലേക്ക്, എല്ലാ പീസുകളിലേക്കും പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടണം. നമ്മൾ നല്ലോണം ആ ഒരു ഗോൾഡൻ കളർ വരുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടണം. ആ കോണും ബ്രെഡിൻ്റെ കളറൊക്കെ ഉണ്ട്, നമുക്ക് ആ ഒരു കളറിൽ നമുക്ക് കിട്ടണം. ഇപ്പോൾ നമ്മുടെ ബ്രെഡ് ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സോസിൽ മുക്കിയോ അതുപോലെ തന്നെ വെറുതെ കഴിക്കാനോ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഡിഷ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതായത് ഒറ്റനോട്ടത്തിൽ ബ്രെഡാണെന്ന് ഒരിക്കലും കണ്ടാൽ പറയത്തില്ല. നമുക്കെന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് മസാല ബൈറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമുക്ക് ഇതിൻ്റെ കൂടെ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് മല്ലിയില വേണം ചേർക്കാം. ഇവിടെ നമുക്ക് അച്ഛന് മല്ലിയില വലിയ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കാത്തത്. ഞാൻ വേറെ കുറച്ച് സവാള അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം.
പക്ക ഒരു ചൈനീസ് വിഭവമാണ്. നല്ലൊരു ഐറ്റമാണ്. പിള്ളേർക്കൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഐറ്റമാണ്. ഒരുപാട് എരിവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആ കോണൊക്കെ നല്ലോണം കടിക്കാൻ കിട്ടുന്നുണ്ട്. ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു മധുരവും എന്നാൽ ആ മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ ചെറിയൊരു എരിവും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും രസമുണ്ട്. നല്ല ഐറ്റമാണ്. ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.